കുറച്ചു കാലം മുന്നേ വരെ അതല്ലെങ്കിൽ സുവർണ കാലഘട്ടത്തിൽ നമ്മളൊരു വണ്ടി വാങ്ങിയാൽ നമ്മളെന്താ ചെയ്യുക, നേരെ കൊണ്ടുപോയിട്ട് വർക്ക്ഷോപ്പ് കൊണ്ടുപോകും, നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തും. ഇപ്പോൾ ഹാൻഡിലൊന്ന് വലുതാക്കും, അതല്ലെങ്കിൽ സീറ്റ് ഒന്ന് താത്തും, അതല്ലെങ്കിൽ മഡ്ഗാർഡ് പൊക്കി വയ്ക്കും, ബാക്കിലെ മഡ്ഗാർഡ് ചില ഫ്രീക്കന്മാർ ചെത്തിക്കളയും. ഇതൊക്കെ തന്നെയും ഇന്ന് ഒരു വാഹന പ്രേമിക്ക് സ്വപ്നം കാണാൻ മാത്രം വരുന്ന കാര്യങ്ങളാണ്. കാരണം നിയമത്തിൻ്റെ പരിമിതികളുണ്ട്, കാര്യങ്ങളൊന്നും അങ്ങനെ എളുപ്പത്തിൽ നടക്കില്ല. എന്നാൽ ഷോറൂം പോയിട്ട് നമുക്കൊരു സ്പെഷ്യൽ വണ്ടി വാങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞാലോ? ഞാൻ പറയുന്നത് ഒരു മോഡിഫൈ വണ്ടിയെ കുറിച്ചല്ല, ഒരു ഫാക്ടറി കസ്റ്റമിനെ കുറിച്ചല്ല, നോ GTA വൈസ് സിറ്റിയെ കുറിച്ചുമല്ല. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഗോവൻ ക്ലാസിക്കാണ്, ബോബർ സ്റ്റൈൽ ക്ലാസിക് 350. ലളിതമായി പറഞ്ഞ ക്ലാസിക് 350യുടെ ഒരു വേരിയൻ്റാണ് ഗോവൻ ക്ലാസിക്. എന്നാൽ അത് മാത്രമല്ല, ഇതിന് വൈറ്റ് വാൾ ടയേഴ്സ് ഉണ്ട്. വൈറ്റ് വാൾ ടയേഴ്സ് എന്ന് പറയുമ്പോൾ ട്യൂബ്ലെസ് ടയേഴ്സാണ്. അപ്പോൾ സ്പോക്കും ട്യൂബ്ലെസ് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് ക്ലവറായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു വണ്ടി വാങ്ങി മോഡിഫൈ ചെയ്യുമ്പോൾ ഹാൻഡിൽ ഉയർത്തുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് കേബിളുകൾ, വയറുകൾ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇത് ഫാക്ടറിയിൽ നിന്ന് തന്നെ ഇവരിങ്ങനെ ചെയ്തു വരുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള കേബിളുകളും നീട്ടം കൂടുന്ന ആ ഒരു വയറുകളും എല്ലാം ഉണ്ട്. ഓക്കെ, നമുക്കിത് റെട്രോഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേബിളൊക്കെ വാങ്ങാൻ പറ്റുന്നൊരു ഗുണമാണ്. കാരണം ഏത് ക്ലാസിക്കിനും നമുക്ക് ഗോവൻ ക്ലാസിക് ആക്കാൻ പറ്റും. സ്ലാഷ് കട്ട് ചെയ്തിട്ടുള്ള സൈലൻസർ പൈപ്പ് ഉണ്ട്, സിംഗിൾ സീറ്റാണ്. അടുത്ത സീറ്റ് എന്ന് പറയുന്നത് ആക്സസറിയാണ്. സ്റ്റിൽ LED ഹെഡ് ലാംപ്സ് പോലുള്ള കാര്യങ്ങളുണ്ട്, ലൈറ്റുകളൊക്കെ കൊള്ളാം. ഇതൊരു സ്പെഷ്യൽ വണ്ടിയാണെന്നുള്ളത് ലളിതമായിട്ട് പറയാം. ക്ലാസിക് 350യെ ഗോവൻ ക്ലാസിക് ആക്കാനായിട്ട് ചെയ്ത കാര്യങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ്, അല്ലെങ്കിൽ സീറ്റാണ്. ഈ സീറ്റിന് വലുപ്പമുണ്ട്, ഇതിന് കുഷ്യൻ കൊള്ളാം, ഇത് കംഫർട്ടബിളാണ്, ഗോവൻ ക്ലാസിക്കിൻ്റെ ലോഗോയുമുണ്ട്. പക്ഷേ ഈ 2 ഷോക്ക് അബ്സോർബർ ഗ്യാസ് ഫിൽഡല്ല, മുന്നിൽ ടെലിസ്കോപ്പിക്കാണ്. ഓക്കെ, ഈ കണ്ണാടി യൂസ്ലെസ് ആണ്, വളരെ ചെറിയ കണ്ണാടിയാണ്. ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഈ സീറ്റും ടാങ്കും തമ്മിലുള്ള കോമ്പിനേഷനാണ്. അതായത് നമ്മൾ കാലിങ്ങനെ വിടർത്തി വെച്ച് വേണം ഈ യാത്ര ചെയ്യാനായിട്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു സ്പെഷ്യൽ വണ്ടി വാങ്ങുന്ന അല്ലെങ്കിൽ ഓടിക്കുന്ന ഒരു ഫീൽ ഈ വണ്ടിക്കുണ്ട്. അതിനായി നമ്മൾ കൊടുക്കേണ്ടത് 3 വേരിയൻറ്റുകളുള്ള ഈ മോഡലിൻ്റെ ഏറ്റവും കുറഞ്ഞ വേരിയൻറ്റ് 2,35,000 രൂപയും, ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഈ ഒരു മോഡലിന് 2,38 ലക്ഷം എക്സ്ഷോറും. ടയറിൽ മാത്രമല്ല എൻജിനിൽ വരെ ആ ഒരു വൈറ്റ് വോൾ തീം കൊടുത്തിട്ടുണ്ട്. കണ്ട, എനിക്ക് ഈ സിംഗിൾ സീറ്റ് വേരിയൻ്റാണ് ഇഷ്ടപ്പെട്ടത്. അതിന് കാരണങ്ങളുണ്ട്. ഇതിനകത്ത് കൊടുത്ത പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ആണെങ്കിലും, ഈ വലിയ മഡ്ഗാർഡ് ആണെങ്കിലും, അതിൻ്റെ മുകളിലെ റെഡ് സ്ട്രൈപ്പ് ആണെങ്കിലും, അതിൻ്റെ വൈറ്റ് ലെറ്ററിങ് ആണെങ്കിലും, ലൈൻ ആണെങ്കിലും എല്ലാം നീറ്റാണ്. ഈ കൊടുത്ത ക്ലാമ്പിൻ്റെ മുകളിൽ വെച്ച പ്ലാസ്റ്റിക് പീസിന് വരെ ആ ഒരു അഴകുണ്ട് എന്നുള്ളതാണ്. ഈ ലൈറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്താ തോന്നുന്നു? എനിക്ക് തോന്നുന്നത് പഴയ കാലത്തെ ഓട്ടോറിക്ഷകളിലെ ഹെഡ് ലാമ്പ് പോലെ തീർത്തും നീറ്റാണ്. അതായത് ഈ ഇൻഡിക്കേറ്ററിൻ്റെ കുറച്ചുകൂടി വലിയ രൂപം എന്നാണ് ഈ ടൈലാമിനെ പറയാൻ പറ്റുക. ക്രോം ഇൻസേർട്ട് ഉണ്ട്, നൈസാണ്. പിന്നെ ഞാൻ കണ്ട ഏറ്റവും മികച്ച ഭംഗിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സാരി ഗാർഡ് എന്ന് വിളിക്കുന്ന ഈ ഒരു ഗാർഡാണ്. കൂടാതെ പ്ലാസ്റ്റിക് ചെയിൻ ഗാർഡും ഈ വണ്ടിക്കുണ്ട്. അപ്പോൾ ഗോവൻ ക്ലാസിക്കിനെ സ്പെഷ്യലാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. 730 മില്ലിമീറ്ററാണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ്. ഞാൻ ഇരിക്കുന്നതല്ലേ, തീർത്തും കാല് നിലത്ത് വെച്ചിട്ടാണ്. ഫുഡ് പെഗുകൾ കുറച്ച് മുന്നോട്ട് നീക്കിയിട്ടുണ്ട് ഒരിത്തിരി. ആ ബ്രേക്ക് പേഡിലൊക്കെ ചവിട്ടുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പ്, ഞാൻ പറഞ്ഞ കാല് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ അമർന്നിരിക്കുമ്പോൾ നമുക്ക് പുതുതലമുറ ബൈക്കുകളെ പോലെ നമ്മുടെ കാലിനെ അവിടെ ഹഗ്ഗില്ല, ആ ഒരു കർവിങ് ഇല്ല. പക്ഷേ നമുക്കിങ്ങനെ വെച്ച് ഓടിക്കാൻ ബുദ്ധിമുട്ടില്ല. സീറ്റിന് സ്പ്രിംഗ് ഒന്നുമില്ല. അപ്പോൾ റൈഡ് ക്വാളിറ്റിയുടെ ഗുണമെന്ന് പറയുന്നത് ഈ ഷോക്കിൻ്റെ തന്നെയാണ്. പിന്നെ ക്ലാസിക്കിൻ്റെതായിട്ടുള്ള സ്വിച്ച് ഗിയറുകളൊക്കെ തന്നെയാണ്. ഇവിടെ ഹാൻഡിൽ ബാർ ആണെങ്കിലും ഈ ലിവറുകൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് എനിക്ക് നല്ല സൗകര്യമായിട്ട് തോന്നി. അതൊരു നല്ല കാര്യമാണ്. പിന്നെ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, ട്രിപ്പർ എന്ന് പറയുന്ന സാധനമില്ലേ അതിൻ്റെ പോലുള്ളത്. അത് മാത്രമല്ലാണ്ട് ഫ്യൂവൽ മീറ്റർ ഉണ്ട്, വലിയ ഒരു സ്പീഡോ മീറ്റർ ഉണ്ട്. ടാക്കോ മീറ്റർ ഗോവൻ ക്ലാസിക്കിലില്ല. റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്കിൻ്റെ J പ്ലാറ്റ്ഫോം അത് ഫോളോ ചെയ്ത് തന്നെയാണ് പുതിയൊരു വേരിയൻ്റ് ആയിട്ടുള്ള ഗോവൻ ക്ലാസിക്കും വരിക. പറയേണ്ട കാര്യമില്ല. ഈ വൈറ്റ് വാൾ ടയറിൻ്റെ ഫ്രണ്ടിലെ വൈറ്റ് വാൾ കുറച്ച് ചെറുതാണ്, പക്ഷേ ബാക്കിൽ കുറച്ച് വലുതാണ്. കാണിക്കാം. ഈ വണ്ടിക്ക് അവർ ക്ലവറായിട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്പോക്ക് ട്യൂബ്ലെസ് വീലിൽ, ട്യൂബ്ലെസ് ടയറിൻ്റെ ആ ഒരു കാര്യത്തിൽ സ്പോക്ക് വീൽ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ സ്പോക്കിൻ്റെ ആ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത്, സ്പോക്ക് ഇട്ട ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് എനിക്ക് നന്നായി തോന്നി. കാരണം അകത്തു നിന്നല്ല പുറത്തു നിന്നാണ്. അതുകൊണ്ട് എയർ ലീക്ക് ചെയ്യാനുള്ള ആ ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല. എക്സ്ട്രാ ലെയറിൻ്റെ ആവശ്യമില്ല. ABS ഉള്ള വണ്ടിയാണ്, ബൈബ്രാണ് ബ്രേക്സ്, വലിയ ബ്രേക്കാണ് മുന്നിൽ, ചെറിയ ബ്രേക്ക് പിന്നിലും ഡിസ്ക്. അപ്പോൾ ഈ വണ്ടിയുടെ മഡ്ഗാർഡിൻ്റെ മുകളിലുള്ള ആ ഒരു ഗ്രാഫിക്സ്, ഈ വീലിൻ്റെ കളറ്, ഈ വൈറ്റ് വാൾ എല്ലാം ഒരു തീമാണ്. വൈറ്റ് വാൾ, റെഡ് വീല്, കറുപ്പ്, വൈറ്റ്, റെഡ് സ്റ്റിക്കർ, LED ലൈറ്റിൻ്റെ തൊപ്പി, LED ഇൻഡിക്കേറ്ററുകൾ, എല്ലാത്തിനും ഒരു റെട്രോ മോഡേൺ ഒരു
തീം ഉണ്ട് എന്നുള്ളതാണ്. അതായത് കണ്ടാൽ റെട്രോ ആണ്, എന്നാൽ മോഡേൺ ഫെസിലിറ്റീസ് ഉള്ള ഒരു വണ്ടിയാണ് ഗോവൻ ക്ലാസിക് എന്നുള്ളതാണ്. ഗോവൻ ക്ലാസിക് 350ക്ക് 20 HP 27 Nm 349 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് ക്ലാസിക്കിൻ്റെ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണെന്നുള്ളതും ആ ഒരു മൂന്നാമത്തെ ഗിയറിൽ നമുക്ക് ലളിതമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാമെന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ഈ ലുക്സിന് അല്ലെങ്കിൽ ലുക്സിൻ്റെ കാര്യം മാറ്റി നിർത്തിയാൽ ക്ലാസിക്കായിട്ട് വലിയ വ്യത്യാസങ്ങളില്ല. അപ്പോൾ ഈ ഗോവൻ ക്ലാസിക്കിൻ്റെ ഈ ഒരു വലിയ ഹാൻഡിലും മുന്നോട്ട് വെച്ച ഫുഡ് റെസ്റ്റുകളും ചെറിയ താഴ്ന്ന സീറ്റും എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നതല്ലേ? ഇത് ഓടിക്കാൻ വേറെ തന്നെ ഒരു വണ്ടി ഓടിക്കുന്ന പോലെയാണ്. സാധാ ക്ലാസിക്കുമായിട്ട് ഒരു ബന്ധവും നമുക്ക് ഫീൽ ചെയ്യില്ല. പല വണ്ടികളെയും കുറിച്ച് നമ്മൾ പറയും മോഡേൺ റെട്രോ എന്ന്. എനിക്ക് തോന്നുന്നത് ഇതൊരു മോഡേൺ റെട്രോ ആണ്. ഇപ്പോൾ മൾട്ടി ഡിസ്പ്ലേ ഉള്ള LED ഹെഡ് ലാംപ്സ് ഉള്ള അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ലിവറുകളുള്ള സ്വിച്ച് ഗിയറൊക്കെ പുതുമയുള്ള വലിയ സീറ്റുള്ള ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു ഇത്തിരി വിൻറ്റേജ് ലുക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ബോബർ മോഡൽ ക്ലാസിക് ആണെങ്കിലും ഇതിനകത്ത് ആവശ്യത്തിനുള്ള സവിശേഷതകളുണ്ട്. അതുകൊണ്ട് ഇതൊരു മോഡേൺ റെട്രോ വണ്ടി തന്നെയാണ്. ഓക്കെ, ഇനി ഗോവൻ ക്ലാസിക് ഓടിക്കാൻ എങ്ങനെയെന്ന് പറയാം. ഇത് സാധാരണ ഒരു ക്ലാസിക് പോലെ തന്നെയാണ്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ ആണെങ്കിലും എഞ്ചിനാണെങ്കിലും ഓക്കെ പവർ ട്രെയിൻ എന്ന് പറയാം. പക്ഷേ ഹാൻഡിൽ വലുതായപ്പോൾ ഇത് ഓടിക്കാൻ തീർത്തും ലളിതമായി എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയായിട്ട് ക്ലാസിക് മുമ്പേ മാറിയിട്ടുണ്ടായിരുന്നു. ഗോവൻ ക്ലാസിക് ആയപ്പോൾ അത് ഇത്തിരി കൂടി റിലാക്സ്ഡ് ആയിട്ട് മാറി. ഈ ലിവറുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും താഴെയുള്ള ആ ഒരു പൊസിഷനിലാണ് വെച്ചത്. എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ പൊസിഷനിൽ എനിക്കത് ഈസി ആയിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ഫുഡ് പെക്സ് മുന്നോട്ടാണ്. ഗിയറിന് നോച്ച്നെസ് ഉണ്ട് ക്ലാസിക്കിൻ്റെതായിട്ടുള്ള, പക്ഷേ ഷിഫ്റ്റ് ചെയ്യാൻ ഈസിയാണ് എന്നുള്ളതാണ്. ബ്രേക്സ് നല്ല ബ്രേക്സാണ്. ഇപ്പോൾ ഇതിൻ്റെ മുന്നിലെ ചെറിയ വീലല്ല, വീതി കുറവാണെങ്കിൽ വട്ടം കൂടുതലാണ്. ബാക്കിൽ വീതി കൂടുതൽ വട്ടം കുറവാണ്. എന്നാലും ഈ വീലുകൾ തരുന്ന കംഫർട്ട് എന്ന് പറയുന്നത് നല്ലതാണ്. ഇപ്പോൾ ബാക്കിലെ ഷോക്ക് എന്ന് പറയുന്നത് തീർത്തും കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഹാൻഡ്ലിങ്ങിൻ്റെ ഒരു കാര്യത്തിൽ ഇതൊരു ലേഷർ ആയിട്ടുള്ള ക്രൂസർ ബൈക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈവേയിൽ ഓടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ പറയുന്നത് തിരുവമള ഓടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പോർട്ടി ഡ്രൈവിംഗ് അല്ല. ഇതൊരു സാധാരണ നമുക്ക് ഓടിച്ചുകൊണ്ട് കിടക്കാവുന്ന ഈസി ആയിട്ട് പോയിൻ്റ് A to B പോകുന്നൊരു വണ്ടിയാണ്. നോട്ട് ഹൈ ഡ്രൈവിംഗ്. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റിംഗ് പോസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.